ഞാൻ ഭാഗ്യവാനാണെന്ന് തോന്നുന്നു. സത്യത്തിൽ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ലല്ലോ പാടുന്നത്. ഒരു പാട്ട് പാടുമ്പോൾ നമ്മൾ അറിയാതെ പാടുന്നു. കാരണം വിദ്യാസാഗർ പറഞ്ഞു തന്നു, ഇത് മമ്മൂക്കയുടെ പടത്തിലെ ഒരു പാട്ടാണ്. ഓക്കെ. അതുപോലെ തന്നെയാണ് മച്ചകത്തമ്മയെ കാൽ തൊട്ട് വന്നിച്ച് മകനെ തുടങ്ങും യാത്ര. അത് പാടാൻ വേണ്ടി എന്നെ ജോൺസേട്ടൻ വിളിക്കുന്നു, പോയി പാടുന്നു ലോഹിയൻ്റെ. അതുപോലെ തന്നെയാണ് സാമവേദം എന്നുള്ള പാട്ട്. ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇത്രത്തോളം ഫ്യൂച്ചറിൽ ഭാവിയിൽ ഇത്രയും ഒരു ഹിറ്റായിട്ട് മാറുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കണക്ക് കൂട്ടും. ഞങ്ങളുടെയും കൂടെ ഭാഗ്യമാണ്, നിങ്ങളുടെ മാത്രമല്ല. കാരണം എന്ന് പറഞ്ഞാൽ മണ്ഡലകാലം എടുക്കുമ്പോൾ MG ശ്രീകുമാറിൻ്റെ ഒരു അയ്യപ്പഭക്താനങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ വൈബ് തന്നെയാണ്. എല്ലാ മണ്ഡലകാലങ്ങളിലും വെക്കാറുണ്ട് എപ്പോഴും. സാമവേദം, പമ്പ, ഗണപതി, പൊന്നുപമ്പയിൽ, അങ്ങനെ MG ശ്രീകുമാർ കിഡ്സ് അതൊരു വേറെ ലെവലാണ്. യേശുദാസിൻ്റെ പാട്ടൊക്കെയാണ് ഏറ്റവും ബെറ്ററായിട്ട് നിൽക്കുന്നതെങ്കിൽ പോലും MGയുടെ ലെവൽ വേറെ തന്നെയാണ്. കാരണം അത് പടി 18 ഒരുപാട് ഗാനങ്ങൾ MG പാടിയിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് അധികം പാട്ടുകളിലും. തീർച്ചയായിട്ടും അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം മാത്രമല്ല, നമ്മുടെയും കൂടെ ഭാഗ്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും മണ്ഡലകാലത്ത് ഇപ്പോൾ ധാരാളം ആൾക്കാർ പാടിയിട്ടുണ്ട്, മോശമൊന്നും ഒട്ടും മോശമല്ല. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുന്ന ഒരു വല്ലാത്ത ഫീലിംഗാണ്. ഇനി അടുത്ത മണ്ഡലകാലത്തിന് വെയിറ്റിംഗ് ആണ് ആ പാട്ടുകൾക്ക് വേണ്ടി. മണ്ഡലകാലങ്ങളിൽ ഇറങ്ങുമ്പോൾ തന്നെ ആ പാട്ടുകൾ കേൾക്കണം, അതൊരു പ്രത്യേക ഫീലാണ്. അടുത്ത മണ്ഡലകാലമാകാൻ കാത്തിരിക്കുന്നു.